നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. കാരണം ഇനി അങ്ങോട്ട് യുവ താരങ്ങൾ തന്നെ മുൻപോട്ട് വരട്ടെ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റായി തന്നെ വരണം എന്ന ആഗ്രഹം ശ്വേത അടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ജഗദീഷിനോടൊപ്പം ഉള്ള സംഘടനകൾ, ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ തന്നെ ഇതിന് അകത്ത് അമ്മയിൽ നിന്നുകൊണ്ട് തന്നെ വളരെയധികം പൊട്ടിത്തെറിച്ച ആൾക്കാർ ആയിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ സിദ്ദിഖിൻ്റെ ഒക്കെ രാജിക്ക് പിന്നാലെയാണ് ഈ അമ്മയിൽ നിന്നും ഒരു കൂട്ടരാജി ലേക്ക് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനമാണ് രാജിവെച്ചതായി മോഹൻലാൽ തന്നെ മുഖ്യമന്ത്രിയെ കത്തിലൂടെ അറിയിക്കുകയായിരുന്നു. ഒപ്പം ഭരണസമിതിയെ 17 അംഗങ്ങളും രാജിവെച്ചു. ഇതോടെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ടത്. വിമർശനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ ഈ രാജി. ക്ഷേമ പ്രവർത്തനങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള കമ്മിറ്റി അഡ്വോക് കമ്മിറ്റിയായി തുടരും. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് വരെയാണ് അഡ്വോക് കമ്മിറ്റി തുടരുക. 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പുണ്ടാകും. ഓണക്കഞ്ഞീട്ടം അടക്കമുള്ള കാര്യങ്ങളും തുടരും. അമ്മയുടെ വീഴ്ച സമ്മതിച്ചതാണ് കൂട്ടരാജി. മോഹൻലാലിന്റെ രാജിക്കത്ത് എങ്ങനെയായിരുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമദർണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്ക് ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ് അവസാനിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ അമ്മയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കണമെന്നൊരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയിലെ അംഗമെന്ന് പറയുന്നത് തന്നെ അപമാനമായി മാറുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം. നിലപാടും നടപടിയും വൈകിച്ചു. ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുതെന്ന ആവശ്യമാണ് ഇക്കൂട്ടർ ഉന്നയിച്ചത്. ആരോപണ വിധേയരിൽ നിന്നും വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ ആരോപണ നേരിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആവശ്യം. എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെ വിശദീകരണം തേടും എന്നാണ് മറ്റൊരു വിഭാഗം ഉന്നയിച്ചിരുന്ന ചോദ്യം. എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിലും അമ്മയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ സിദ്ദിഖ് കാണിച്ചത് മാതൃകയാക്കണം എന്നാണ് പൊതുവിലെ ആവശ്യം. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു. ഇത് മാതൃകാപരമായ നിലപാടാണെന്നാണ് വിലയിരുത്തൽ. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയത് മാന്യമായ ഒരു സമീപനമാണ്. ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതും മാതൃകാപരമാണെന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. നിരപരാധിത്വം ഉറപ്പുണ്ടെങ്കിൽ മറ്റ് ആരോപണ വിധേയരും ഇതേ രീതി പിന്തുടരണം. നിരപരാധികളെ കൂടി കരിനിഴലിൽ നിർത്തുന്നതാണ് നിലവിലെ അവസ്ഥ. ഭാരവാഹികൾ ഇതിന് കൂട്ടു നിൽക്കരുതെന്നും അമ്മയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നതിനിടെയാണ് ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഈ ഒരു നീക്കം. തിരുവനന്തപുരത്തെ MG ശ്രീകുമാർ അടക്കമുള്ളവരുടെ പ്രോഗ്രാം ഈ മാസം തന്നെ 31-ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. അതിൽ മോഹൻലാൽ അതിഥിയായി എത്തുന്നുണ്ട്. എന്നാലും അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ മോഹൻലാൽ ഒരു തുറന്നു പറച്ചിൽ നടത്തുമോ അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും പറയുമോ എന്നുള്ളതൊക്കെ നമ്മളിനി നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മോഹൻലാൽ മാധ്യമപ്രവർത്തകരെ കാണും എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ എന്തായിരിക്കാം പറയുക? മലയാള സിനിമയെ തകർക്കാൻ അല്ലെങ്കിൽ മലയാള സിനിമയെ ഞെട്ടിക്കാൻ പറ്റിയൊരു ബോംബാണോ, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണോ, പ്രതികൂലമായിട്ടുള്ള നിലപാടാണോ, അതൊക്കെ നമ്മൾ ഇനി നോക്കി കാണേണ്ടതാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.